നമസ്കാരം. അങ്ങനെ വലിയൊരു കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വൈശാഖ് പൃഥ്വിരാജിന്റെ ഖലീഫ സിനിമ വന്നു. ശരിക്കും ഞാൻ ഇന്ന് രാവിലത്തെ ഷോ കണ്ടില്ല, ഞാൻ മാറ്റിനെയാണ് കാണാൻ വേണ്ടി വന്നത്. കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മാറ്റിനെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ സിനിമ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉണ്ണി വ്ളോഗ്സും അതുപോലെ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒക്കെ റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് അവർ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ് കുറേ ആൾക്കാർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പബ്ലിക് ഒപ്പീനിയനൊക്കെ കണ്ടു ഒരു മിക്സഡ് റിവ്യൂ ആയിട്ടാണ് വന്നത്. പക്ഷെ എന്താണെങ്കിലും സിനിമ കാണണം എന്ന് വിചാരിച്ചൊരു സിനിമ തന്നെ, കാരണം ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ്. പോരാത്തതിന് വൈശാഖ് കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ പൃഥ്വിരാജുമായിട്ട് ഒന്നിക്കുന്നത്. അമ്മയോ റോളിൽ നമ്മുടെ ലാലേട്ടൻ എത്തുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞാണ്. നീലിൻ ആണ് ഇതിനകത്ത് വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷമ്മി തിലകനുണ്ട്, അതുപോലെ തന്നെ ഇന്ദ്രൻസ്, പിന്നെ രഞ്ജി പണിക്കർ, മോഹിനി, അങ്ങനെ കുറേ വമ്പൻ താരനിര എത്തുന്ന ഒരു സിനിമയാണ്. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൈശാഖ് ഡയറക്ടർ, റൈറ്റർ ജുനൂബി എബ്രഹാം, മ്യൂസിക് ജേക്സ് ബിജോയ്. അത്യാവശ്യം നൈസായിട്ട് തന്നെ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഫൈറ്റ് ആണ് കേട്ടോ. ഫൈറ്റ് 3 പേരാണ് ഇതിനകത്ത് സ്റ്റെൻസിന് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫീനിക്സ് പ്രഭു, അതുപോലെ തന്നെ യാനി, പിന്നെ ചെത്താൻ എന്തെങ്കിലും ആയിക്കോട്ടെ. ജോമോൻ ടി ജോണാണ് സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗംഭീരമാണ്. ഡയറക്ഷൻ വശമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൈശാഖിന്റെ പഴയ സിനിമ കാണുന്ന ആ ഒരു ഇതിലല്ല, കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നല്ല സ്റ്റൈലിഷിൽ തന്നെയാണ് സംഭവം ചെയ്തിരിക്കുന്നത്. ഇനി പൃഥ്വിരാജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് പൊള്ളിച്ചടിക്കേട്ടാ. പുള്ളിയുടെ ഫൈറ്റ് പിന്നെ നമ്മൾ പറയണ്ടല്ലോ, പുള്ളിയെ അർമാദിക്കുമെന്ന് നമുക്കറിയാം. പുള്ളിയാണ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കഥയിലോ കാര്യങ്ങളിലോ ഒന്നും നമ്മൾ കടക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്തൽ, സ്മഗ്ലിങ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. ആമിർ അലി നമ്മുടെ പൃഥ്വിരാജ്, പിന്നെ നമ്മുടെ ക്യാമിയോ റോളിലെത്തുന്ന നമ്മുടെ ലാലേട്ടൻ, മാമ്പറയ്ക്കൽ അഹമ്മദ് അലി. ഈ ഇൻട്രോവിന് മുമ്പ് ഈ അഹമ്മദ് അലിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് ഈ അഹമ്മദ് അലി എന്ന് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജിന്റെ ബാപ്പയുടെ ബാപ്പയാണ് കേട്ടോ. അതായത് നമ്മുടെ പൃഥ്വിരാജിന്റെ ഉപ്പുപ്പായിട്ട് വരും ഈ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി. അപ്പം പുള്ളിയെ കാണാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്. അതായത് പുള്ളിയുടെ ആ ഒരു ക്യാമിയോ റോൾ എന്താണ് എന്ന് കാണാനായിട്ടുള്ള ഒരു ആവേശത്തിലാണ് നമ്മളിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് വലിയ ഒരു ഇതില്ല, ഒരു ഗുമ്മായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു നോർമൽ രീതിയിൽ വന്നു. പൃഥ്വിരാജിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. പൃഥ്വിരാജിന്റെ ഒരു ഇൻട്രോ, ഫസ്റ്റ് പൃഥ്വിരാജിന്റെ ഒരു ഇൻട്രോ കാണിക്കുന്നുണ്ട്, ദുബൈയിൽ വെച്ചിട്ടുള്ളൊരു ഇൻട്രോ. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വെച്ചിട്ടൊരു ഇൻട്രോ. അങ്ങനെ ഒരു 2-3 ഇൻട്രോ നമ്മുടെ പൃഥ്വിരാജിന്റെ കൂടെ കേട്ടോ. പൃഥ്വിരാജിന്റെ മേക്ക് ഓവറൊക്കെ നല്ല കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ പുള്ളി പിടിച്ചിട്ടുണ്ട്. പിന്നീട് ലണ്ടനാണ് കാണിക്കുന്നത്. പിന്നെ സ്വർണം പൊട്ടിക്കൽ പരിപാടി ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇവരുടെ കുറെ ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഇതിനകത്തേക്ക് കൂട്ടിച്ചേർക്കുന്നു. അതായത് ഫാമിലി ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഒരു എന്റർടൈൻമെന്റ് സിനിമ എന്ന് പറയാം. ബോറടിയോ ലാഗൊന്നും ഇങ്ങനെ വലുതായിട്ട് തോന്നില്ല. കുറെ പാട്ടുകളൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത്. അത് ഈ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴത്തേക്ക് ആ പാട്ടിലൂടെ ഒക്കെ തന്നെയാണ് ഈ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരു നായികയെ പരിചയപ്പെടുന്നു. നായികയാണെങ്കിൽ സിനിമ തുടങ്ങി അവസാനം വരെ കമാഷിമ എന്നൊരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. കാരണം ചുമ്മാ കൊണ്ടുപോയിട്ട് ഒരു നായികയെ കൊണ്ടുവച്ചിരിക്കുന്നു. വലിയ പ്രാധാന്യമൊന്നും ആ ഒരു ക്യാരക്ടറിനില്ല. പിന്നെ മോഹിനി ഇതിനകത്ത് ഒരു പൃഥ്വിരാജിന്റെ അമ്മയുടെ വേഷം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്റർടൈനർ സിനിമ. വലിയ ഗുമ്മാണ്, വലിയ സംഭവമാണെന്നും പറയില്ല. പക്ഷെ ഇതിനകത്ത് ഒരു 5-6 ക്യാമിയോ റോള് വരുന്നുണ്ട് കേട്ടാ. അവസാനത്തെ ആ ഒരു സംഭവം അല്ലേ, പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ സീനൊന്നും കണ്ടിട്ട് നിങ്ങൾ കൈയടിക്കത്തില്ല, പക്ഷെ ഒരു സീൻ കാണുമ്പോൾ നിങ്ങൾ കൈയടിക്കുമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി ഓക്കെ, പുള്ളിയുടെ ക്യാമിയോ. നേപ്പാളാണ് പിന്നെ കാണിക്കുന്നത്. ജയിലിൽ നിന്നും ആ സാധനം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ സീനിൽ ശരിക്കും പറയാം കൈയടിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സീനായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒരു 5-6 മിനിറ്റ് പുള്ളിയുടെ ഒരു ചെറിയ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെയാണ്. വലിയ സംഭവമായിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ ഈ എമ്പുരാൻ സിനിമ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ ലാലേട്ടൻ വരുന്നൊരു സീനില്ലേ, എനിക്ക് പെട്ടെന്ന് അതാണ് ഇതിനകത്ത് കണ്ടപ്പോഴത്തേക്ക് ഫീൽ ചെയ്തത്. പുള്ളിക്കാരനും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു ഇത് ചാപ്റ്റർ 1 ആണ് കേട്ടോ. ഖലീഫ ചാപ്റ്റർ 1 ആണ്. ഇതിന്റെ സെക്കൻഡ് ഉണ്ട്, കാത്തിരിക്കും, വെയിറ്റ് ചെയ്യണം. പിന്നെ ക്യാമിയോ റോളിൽ മറ്റൊരു സാധനത്തിനെ കാണിക്കുന്നു കേട്ടോ. ഞാനത് പറയുന്നില്ല, കാരണം നിങ്ങൾ സിനിമ തിയേറ്ററിൽ വന്ന് കാണേണ്ടതാണ്. കഥയും കാര്യങ്ങളൊന്നും ഞാൻ കിടക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൈശാഖ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെറിയ ഒരു അരോചകം, ഓവർ ബീജം കയറ്റിയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. മൊത്തത്തിൽ സിനിമ ഒരു എന്റർടൈനർ സിനിമയാണ്. ഓണം
വന്ന് പിള്ളേർക്ക് വന്ന് കളറാക്കാൻ പറ്റിയ ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടന് വലിയ പ്രാധാന്യം ഇതിനകത്തില്ല, പക്ഷെ ഇനി വരാൻ പോകുന്നതിനകത്തുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു കിടിലൻ ക്യാമിയോ റോൾ എത്തുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ ഇതാണ്. എനിക്കൊരു വലിയ സംഭവമൊന്നുമല്ല, ഓക്കെ കണ്ടിരിക്കാം എന്നുള്ള ഒരു ഇത് മാത്രമല്ല. പിന്നെ ഫൈറ്റ് രംഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു ജയിലിൽ കിടന്നുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, കിഡിലനായിട്ട് തന്നെ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് അഴിഞ്ഞാടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പൃഥ്വിരാജ് പൊളിച്ചടിക്കിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പം മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത ഒരു സിനിമ. ഇനി നാളെ നമ്മൾ ബെത്ലഹേം കണ്ടിട്ട് നമ്മുടെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.